വിജയുടെ മരണം സൃഷ്ടിച്ച സാഹചര്യങ്ങളിൽ രൂപപ്പെട്ട AIDMKയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂപപ്പെടുത്തിയ പ്രതിപക്ഷ അനൈക്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് രാജ്യത്തെ ഏറ്റവും താഴെമൂല്യമുള്ള ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായ വിജയുടെ തമിഴക വെട്രി കഴകവുമായുള്ള വരവ്. തമിഴ്നാട്ടിലെ നിലവിൽ സംജാതമായ പ്രതിപക്ഷ ശൂന്യത സൃഷ്ടിച്ച സുവർണാവസരം മുതലാക്കി രംഗത്തെത്തിയ വിജയുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുന്നതായിരുന്നു സെപ്റ്റംബർ 27 തമിഴ്നാട്ടിലെ കരൂരിൽ സംഭവിച്ച വൻ ദുരന്തം. ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 41 പേരാണ് ഇതിനോടകം ദുരന്തത്തിൽ മരണപ്പെട്ടത്. വിജയുടെ തമിഴക വെട്രി കഴകം സംഘടിപ്പിച്ച പ്രചാരണ പരിപാടിയിലാണ് ദുരന്തം സംഭവിച്ചത്. 8ഓളം കുട്ടികൾക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. ദുരന്തത്തിലേക്ക് എത്തിപ്പെട്ടതും ദുരന്തത്തെ തുടർന്നും ഉണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ദുരന്തം സംഭവിച്ച ഉടൻ തന്നെ പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലേക്ക് പുറപ്പെട്ട വിജയുടെ നടപടി ഇതിനോടകം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിൻ സ്വീകരിച്ച നിലപാട് പ്രശംസിക്കപ്പെട്ടു. സംഭവ വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്റ്റാലിൻ ദുരന്തഭൂമിയിൽ എത്താൻ 2 മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ അടിയന്തര നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തെ ദുരന്തമുഖത്ത് സജ്ജമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. തുടർന്ന് രാത്രി തന്നെ സ്റ്റാലിൻ കരൂരിലേക്ക് തിരിച്ചു. ദുരന്തം DMK ആസൂത്രണം ചെയ്തതാണെന്ന് തമിഴക വെട്രി കഴകത്തിന്റെ ആരോപണം തമിഴ് ജനത എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് കണ്ടറിയേണ്ടതാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടി 6 മണിക്കൂർ വൈകി ആരംഭിച്ചത് ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നും ഇതിനെ തുടർന്നാണ് ദുരിതം സംഭവിച്ചത് എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ് നേരിടുന്നത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വിജയ് പ്രഖ്യാപിച്ച തുക കൈപ്പറ്റാൻ ഒരുക്കമല്ല എന്ന തീരുമാനം കൈക്കൊണ്ട ദുരിതത്തിൽ മരണപ്പെട്ട ചിലരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നത് വിജയ് എത്തിപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. കരൂരിൽ സംഭവിച്ച പ്രസ്തുത ദുരന്തത്തിൽ നിന്നും ക്രമസമാധാന പാലനത്തിലുണ്ടായ വീഴ്ചയെ മറച്ചുവെക്കാൻ സാധിക്കില്ല. രാജ്യത്തെ ഏറ്റവും താരമൂല്യമുള്ള ക്രൗഡ് പുള്ളറായ താരശരീരം സന്നിഹിതരാകുന്ന ഒരു പരിപാടിയിൽ പ്രതീക്ഷിക്കാവുന്ന ജനസാഗരത്തെ മുന്നിൽ കാണാൻ പറ്റാതെ പോയത് പോലീസ് സംവിധാനത്തിന്റെ വീഴ്ച തന്നെയാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഭരണകൂടത്തിനും ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. രജനീകാന്ത്, കമൽഹാസൻ, വിജയകാന്ത് എന്നിവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ നിന്നും വ്യത്യസ്തമായ സാധ്യതയായി വേണം സമീപനാളിലെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ നോക്കിക്കാണേണ്ടത്. എന്നാൽ ഗ്രാമങ്ങളെയും ജനങ്ങളെയും ദുരന്തങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒറ്റയടിക്ക് രക്ഷപ്പെടുത്തുന്ന ധീരനായകനായി അബ്രപാടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നായകൻ ദുരന്തമുഖത്ത് നിന്നും പ്രസ്തുത ദിനത്തിൽ ഒളിച്ചോടി എന്നു തന്നെ പറയാം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സംഭവിച്ച ദുരന്തം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുറപ്പ്.